മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ പോലീസോ അതോ ഗുണ്ടകളോ പ്രതിഷേധിക്കുന്നവരെ വാഹനം ഇടിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഓടിക്കൊണ്ടിരിക്കുന്ന എസ്കോർട്ട് വാഹനത്തിൽ നിന്ന് ലാത്തിക്കടിക്കുന്നതുമൊക്കെ പതിവാക്കിയിരിക്കുകയാണ്. അതൊക്കെ ജീവൻരക്ഷാ പ്രവർത്തനമാണ് എന്ന് കരുതാം. ഇന്നത് ആലപ്പുഴ പട്ടണത്തിൽ മുഖ്യമന്ത്രിക്ക് കടന്നുപോയപ്പോൾ മുദ്രാവാക്യം വിളിച്ച രണ്ട് കേസുകാരെ നന്നായി കൈകാര്യം ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ. പ്രതിഷേധക്കാരെ പോലീസ് നിയന്ത്രണ വിധേയമാക്കിയ ശേഷം അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെ പോലും നോക്കുകുത്തിയാക്കിയായിരുന്നു ഈ ഗുണ്ടായിസമെല്ലാം നഗരത്തിൽ അരങ്ങേറിയത്. ലാത്തിയുമായി ചാടി വീണ ഒരാൾക്ക് പോലീസ് യൂണിഫോം പോലും ഉണ്ടായിരുന്നില്ല. മർദ്ദനത്തിന് ശേഷം സൂക്ഷിച്ചോ ഇനിയും തരാമെന്ന് ഭീഷണി മുഴക്കുകയും ചെയ്തു ഇവർ. കൈതവനയിൽ കരിങ്കൊടി കാട്ടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മർദ്ദിച്ചതും ഇന്ന് ആലപ്പുഴയിൽ നമ്മൾ കണ്ടു. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമാണ് വിവിധ തരത്തിലുള്ള ചർച്ചകൾ. മുഖ്യമന്ത്രിക്കൊപ്പമുള്ള പോലീസുകാർ അവരാണോ ഈ ക്രമസമാധാനം പാലിക്കേണ്ടത്? ഇങ്ങനെ ലാത്തിക്കൊണ്ട് ചെറുപ്പക്കാരെ അടിക്കുന്നത് എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ചോദ്യങ്ങൾ നിരവധി ഉയരുക. അത് സ്വാഭാവികം തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ ഗുണ്ടകളോ എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഉയരുക. പ്രതിഷേധിച്ചാൽ തല്ലിക്കൊല്ലുമോ പോലീസ്? അതാണോ പോലീസിന്റെ നിലപാട്? അതാണോ ഇപ്പോൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും? പോലീസുകാർക്ക് യജമാന സ്നേഹമാണോ? ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്തരത്തിൽ കൈവിട്ട കളികൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്? പ്രവർത്തകർക്ക് മുക്കിന് അടി കിട്ടിയിട്ടും പ്രതിപക്ഷത്തിന്റെ ചൂടില്ലേ? പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും എന്തേ കാര്യമായ ഇടപെടലൊന്നും ഉണ്ടാകാതെ പോകുന്നു? ചെറിയ ചെറിയ പ്രസ്താവനയിൽ മാത്രമായി ഒതുങ്ങിപ്പോകുന്നു. രഘുനാഥ് നാരായണനാണ് വിവരങ്ങളുമായി ചെന്നത്. രഘു, വലിയ പ്രധാനപ്പെട്ട ഒരു പ്രതിഷേധം എന്ന നിലയിൽ തന്നെയാണ് പ്രതിപക്ഷത്തെ യുവജന സംഘടന, വിദ്യാർത്ഥി സംഘടനയൊക്കെ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത്. പലയിടത്തും അത് ജീവൻ രക്ഷാ ദൗത്യം എന്ന് മുഖ്യമന്ത്രി പരാമർശിച്ച പോലെ അക്രമത്തിനും മർദ്ദനത്തിനും വിധേയരാകുന്നുമുണ്ട് അവരിൽ പലരും. ഇന്നത് അംഗരക്ഷകർ, മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ നിയന്ത്രണ വിധേയമായ ഒരു സാഹചര്യത്തിലേക്ക് ചാടി വീണ് തല്ലിക്കൊല്ലും പോലെ അടിക്കുകയാണ്. അതിലൊരാൾക്ക് യൂണിഫോം പോലുമില്ല. എന്താണ് അവിടെ സംഭവിച്ചത്? ഇങ്ങനെയാണോ ഒരു പൊതുനിലപാട് ഇത്തരം പ്രതിഷേധങ്ങളെ നേരിടാൻ? അധികാരത്തിന്റെ തണലിൽ എന്തും ചെയ്യാമെന്നുള്ള ധാർഷ്ട്യമാണ് നമ്മൾ ഇന്ന് ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ കണ്ടത്. സ്വാഭാവികമായിട്ട് തന്നെ പ്രതിഷേധക്കാരെ നിയന്ത്രിക്കുക എന്നുള്ളത് പോലീസിന്റെ ജോലിയാണ്. അവർ അത് ചെയ്യേണ്ടതുമാണ്. അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ആ പ്രതിഷേധക്കാരെ, രണ്ട് യുവാക്കളാണ് അവരെ നിയന്ത്രിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ആ പ്രതിഷേധക്കാരെ പോലീസ് ഉദ്യോഗസ്ഥർ, അവർ സീനിയർ സിവിൽ പോലീസ് ഓഫീസറിനേക്കാൾ മുതിർന്ന എസ്ഐയോ എഎസ്ഐയോ അങ്ങനെ ഗ്രേഡിൽ റാങ്കിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരാണ്. അവർ ആ രണ്ട് പ്രതിഷേധക്കാരെ നിയന്ത്രിക്കുന്നുണ്ട്. അവർ ആ ഉദ്യോഗസ്ഥർക്ക് വഴങ്ങുന്നുമുണ്ട്. ഇതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ മന്ത്രിമാരിൽ സഞ്ചരിക്കുന്ന നവകേരള ബസ്സിന് പിന്നാലെ വന്ന വാഹന വ്യൂഹത്തിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ മുതൽ അദ്ദേഹത്തോടെ സന്തത സഹചാരിയായിരുന്ന ആളാണ് അയാൾ. അപ്പോൾ ഔദ്യോഗിക വേഷത്തിൽ പോലും ആയിരുന്നില്ല, സിവിൽ വേഷത്തിലായിരുന്നു അയാൾ. കയ്യിൽ ഒരു ലാത്തി കരുതിയിട്ടുണ്ടായിരുന്നു. ആ ലാത്തിയുമായി ഇറങ്ങി വന്ന് ആ യുവാക്കളെ അതിക്രൂരമായി മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടത്. ഇത് ഒരു തവണയല്ല, മുൻപും അതായത് മുഖ്യമന്ത്രിക്കെതിരെ പല ഘട്ടത്തിൽ പല തലങ്ങളിൽ പല പാർട്ടികൾ, യുവമോർച്ച ഉൾപ്പെടെയുള്ള ആളുകൾ പലപ്പോഴും കരിങ്കൊടി കാണിച്ചിട്ടുണ്ട്. ആ കരിങ്കൊടി കാണിക്കുന്ന ഘട്ടത്തിലൊക്കെ ഈ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം ആ പ്രതിഷേധക്കാർക്ക് നേരെ ചീറിപ്പാഞ്ഞു വരുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഭാഗ്യം കൊണ്ട് മാത്രം, ആ പ്രതിഷേധക്കാരുടെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് അവരെ ഇടിക്കാതെ പോകുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ പുതിയൊരു ട്രെൻഡ് കൂടിയുണ്ട് ഈ ഉദ്യോഗസ്ഥർക്ക്. ഈ വാഹനത്തിൽ ഇരുന്നുകൊണ്ട്, അമിത വേഗതയിൽ വരുന്ന വാഹനത്തിൽ ഇരുന്നുകൊണ്ട് ലാത്തി ഈ ചെറുപ്പക്കാർക്ക് നേരെ വീശുക. അതായത് പ്രതിഷേധങ്ങൾ സ്വാഭാവികമായി തന്നെ ജനാധിപത്യത്തിലുള്ളതാണ്. ജനാധിപത്യത്തിന്റെ മനോഹാരിതയാണ് പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ, സമരങ്ങളും ഒക്കെ തന്നെ. CPM തന്നെ എത്രയോ സമരങ്ങൾ, ഈ സംഭവം ഉണ്ടാകുന്നത് പുന്നപ്ര വയലാർ സമരം നടന്ന മണ്ണിലാണെന്നുള്ളതാണ് ഏറ്റവും വിരോധാഭാസകരമായ കാര്യം. പലപ്പോഴും സാധാരണ നിലയിൽ നമ്മൾ കാണാത്ത തരത്തിൽ നിയമം കയ്യിലെടുക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ്. രഘുനാഥ് നാരായണനാണ് ആ വിവരങ്ങൾ നൽകിയത്.